എല്ലാവർക്കും നമസ്കാരം. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങൾ അടങ്ങിയിട്ടുള്ള മേടം മുതൽ മീനം വരെയുള്ള 12 കുറുകൾ ജനിച്ചവരുടെ ജൂലൈ മാസ രാശിഫലങ്ങളെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. രാശിഫലങ്ങൾ പൊതുഫലങ്ങളാണ്. ജാതകരീതിയിൽ നടക്കുന്ന ദശാപഹാര ഫലങ്ങൾക്കനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. ശരി, നമുക്ക് രാശിഫലങ്ങളിലേക്ക് കടക്കാം. കർക്കിടകക്കുറിൽ ജനിച്ചവരുടെ ജൂലൈ മാസ രാശിഫലങ്ങളെ നോക്കാം. മാസം തുടങ്ങുമ്പോൾ സൂര്യനും ശുക്രനും ചിലവുകളെ സൂചിപ്പിക്കുന്ന 12-ൽ സഞ്ചരിക്കുന്നതിനാൽ ചിലവുകൾ അധികരിക്കുമെങ്കിലും ശുക്രൻ 7-ാം തീയതിയും സൂര്യൻ 16-ാം തീയതിയും രാശി മാറിയതിനു ശേഷം അനാവശ്യമായ ചിലവുകൾ കുറയുന്നതാണ്. അതേസമയം ജന്മരാശിയിൽ സൂര്യൻ സഞ്ചരിക്കുന്നതിനാൽ തലവേദന പോലുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. ബുധൻ മാസം തുടങ്ങുമ്പോൾ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ യാത്രകളിൽ തടസ്സങ്ങളും അലച്ചിലും ക്ഷീണവും അനുഭവപ്പെടും. 19-ാം തീയതി ബുധൻ രാശി മാറിയതിനു ശേഷം അതുപോലെയുള്ള പ്രശ്നങ്ങൾ മാറി അനുകൂല ഫലങ്ങൾ ലഭിച്ചു തുടങ്ങുന്നതാണ്. ശുക്രന്റെ സഞ്ചാരം മൂലം വീട് വാഹന രീതിയിൽ മാറ്റങ്ങളുണ്ടാകും. 12-ാം തീയതി മുതൽ ലാഭസ്ഥാനത്ത് വ്യാഴത്തിൻ്റെ കൂടെ ചൊവ്വ സഞ്ചരിക്കുന്നതിനാൽ വരുമാനം അധികരിക്കും. ജോലി സംബന്ധമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും മാറും. വിവാഹകാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിട്ടവർക്ക് തടസ്സങ്ങൾ മാറി വിവാഹം നടക്കും. വിവാഹം കഴിഞ്ഞ ദമ്പതിമാർക്ക് സന്താന ഭാഗ്യമുണ്ടാകും. സന്താനങ്ങൾ മൂലം മനസ്സന്തോഷവും ലഭിക്കുന്ന സമയമാണിത്. ശനി അഷ്ടമരാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നതിനാൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണിത്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. ജൂലൈ 23, 24 ചന്ദ്രാഷ്ടമ ദിനങ്ങളായതിനാൽ പുതിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും യാത്രകൾ ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നതും നല്ലതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ കർക്കിടകക്കുറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും ഈ മാസം ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കർക്കിടകക്കുറിൽ ജനിച്ചവർക്കായുള്ള ജൂലൈ മാസ രാശിഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ ചിങ്ങക്കുറിൽ ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.